ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വർക്കലയിലേക്കാണ് ഗായ്സ് പോകുന്നത്. അപ്പോൾ ഞാൻ വർക്കലയിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് ലെങ്തി വീഡിയോ ഞാൻ ചെയ്യാറില്ല കേട്ടോ. ആർക്കും അങ്ങനെ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കാണില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ വലിയ സമയം ഒന്നും കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു പോകുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വർക്കലയിലെ വിശേഷങ്ങളിലേക്ക് പോകാം. വർക്കലയിൽ എത്തി, പക്ഷെ ഞങ്ങൾ ചെന്ന് കയറിയത് പാപനാശിനി ബീച്ചിലേക്കാണ് കേട്ടോ. ഇവിടെ പാർക്കിംഗ് ബുദ്ധിമുട്ടായിരുന്നു. ഹെലിപ്പാഡുള്ള പാർക്കിങ്ങിലേക്കായിരുന്നു നമുക്ക് പോകേണ്ടിയിരുന്നത്. തൽക്കാലം ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തു. ധാരാളം ആളുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കടൽ കയറി കിടക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. ബീച്ചിൽ ഇറങ്ങാനൊന്നും അനുവാദമില്ല. എല്ലായിടത്തും കയർ കെട്ടി തിരിച്ചിട്ടുണ്ട്, ഗൈഡന്മാരുണ്ട്. നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരത് സമ്മതിക്കില്ല, തടയും കേട്ടോ. അപ്പോൾ പാപനാശിനി ബീച്ചിൽ ബലിയിടുന്നവരൊക്കെ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഇവിടെ നേരെ പോകുമ്പോൾ ധാരാളം കഫേസും റെസ്റ്റോറൻറ്റൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണിത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇവിടെയാണ് എത്തേണ്ടത് കേട്ടോ. നമുക്ക് വഴി മാറിപ്പോയിട്ട് നേരെ പാപനാശിനിയിലേക്കാണ് പോയത്. അങ്ങോട്ടേക്കല്ല എത്തേണ്ടത്, ഇവിടെയാണ് നമ്മുടെ പാർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ, വർക്കല ക്ലിഫിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വർക്കല ക്ലിഫ്. കൊല്ലത്തും തിരുവനന്തപുരത്തും തീരദേശ ഹൈവേയിലോട്ടാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ നിരവധി വിദേശികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ വർക്കല എന്ന് പറയുന്നത്. ധാരാളം ബീച്ച് റിസോർട്ടുകളും കഫേകളും സഞ്ചാരികളുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം ടൂറിസ്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വലിയ ചെങ്കല്ല് ഭിത്തിയോട് കൂടിയുള്ളതാണ് വർക്കല ക്ലിഫ് ഉള്ളത്. അപ്പോൾ ഓരോ വർഷവും ഈ ക്ലിഫ് ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഇടിഞ്ഞ് വീഴ്ചകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഡേഞ്ചർ ബോർഡുകളും നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ 2 വീലേഴ്സ് ഇവിടെ നേരത്തെ അവൈലബിൾ ആണെന്നും തോന്നുന്നു. പക്ഷെ ഇപ്പോൾ ബോർഡ് കാണുന്നത് ഇവിടെ പാർക്കിംഗ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ലിഫ് ഇടിയുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ധാരാളം കഫേകളും റെസ്റ്റോറൻറ്റുകളും ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ക്ലിഫിൻ്റെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെറൈറ്റി സീ ഫുഡും നമുക്കിവിടെ പരീക്ഷിക്കാനാകും. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ ഇതല്ല വൈബ്, വേറൊരു വൈബ് കൂടി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ സൺസെറ്റിൻ്റെ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ വൈബാണ്. നമുക്കൊരു മിനി ഗോവ എന്നൊക്കെ ഈ വർക്കലയെ ബീച്ചിനെ പറയാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെയാണ് തമിഴ് മക്കളൊക്കെ പറയുന്നതെന്നാണ് പറയുന്നത്. അവർക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ വർക്കല ഭാഗത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വൈബ് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ കോവിഡിന് ശേഷം ഫോറിനേഴ്സ് ഇവിടെ കുറവാണെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. കൂടുതലും ഞാൻ കണ്ടത് നോർത്ത് ഇന്ത്യൻസും തമിഴ്നാട്ടിലുള്ളവരെയാണ് കൂടുതലായിട്ട് കണ്ടത്. മലയാളികൾ ക്ലിഫിലുണ്ടായിരുന്നു, പക്ഷെ അവരവിടെ സ്റ്റേക്കൊന്നും നിന്നൊന്നുമില്ല. ക്ലിഫിൽ നിന്നും ചിലപ്പോൾ കുറച്ച് ദൂരെയായിട്ടായിരിക്കും അവർ സ്റ്റേ എടുത്തിട്ടുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീ വ്യൂ ആയിട്ടുള്ള റിസോർട്ട് ആയതുകൊണ്ട് നല്ല എക്സ്പെൻസ് കൂടുതലാണ്. ഫുഡിന് ഭയങ്കര റേറ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഞങ്ങൾ വർക്കല ക്ലിഫിൽ തന്നെയാണ് കേട്ടോ സ്റ്റേ നോക്കിയത്. നല്ല വ്യൂ കൂടുന്നതനുസരിച്ച് റേറ്റ് കൂടുതലായിരിക്കും. വ്യൂ ഉള്ള റൂം അല്ലാത്തതുകൊണ്ട് റേറ്റ് കുറവിൽ തന്നെ ഞങ്ങൾക്ക് റൂം കിട്ടി. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്നും ഇറങ്ങിയ വാക്ക് വേ ആണ്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. നേരിട്ട് വ്യൂ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് നേരെ ഇറങ്ങുമ്പോൾ തന്നെ വാക്ക് വേ ആണ്, സീ വ്യൂ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ മിനി ഗോവയുടെ വൈബാണ് ഇവിടെ എന്ന് പറയാനായിട്ട് കാരണം. രാത്രി നൈറ്റൊക്കെ ഫുൾ ഓണാണ്.
ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഓണാണ് ഇവിടെ. പിന്നെ പ്രത്യേകത എന്ന് പറയുന്നുണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റിൽ ലിക്കറും അവൈലബിൾ ആണ്. ഗോവയിൽ പോലെ തന്നെ, കേരളത്തിൽ ഗോവയിലാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ വർക്കലയിലും അങ്ങനെയാണെന്ന് മനസ്സിലായിട്ടോ. അപ്പോൾ ഇത്രയും ആളുകൾ ഇവിടെ വരുന്നുണ്ടെങ്കിലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ ക്ലിഫൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ നൈറ്റ് വൈബ് എന്ന് പറയുന്നത്. അടിപൊളി നൈറ്റ് വൈബാണ്. ഇവിടെ വരാത്തവരാണെങ്കിൽ വന്ന് എക്സ്പ്ലോർ ചെയ്ത് പോവേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അടിപൊളിയാണ്. ദാ ഇവിടെയാണ് ക്ലിഫിൻ്റെ എൻഡ് വരുന്നത്. ഇവിടെ വരെയും റെസ്റ്റോറൻറ്റും കഫേസും റിസോർട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കല വിശേഷങ്ങളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത്. പുതിയ വീഡിയോസുമായിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.